ഹായ് ഓൾ. ഡെയിലി CA ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമാണ്. ഇന്ത്യയുടെ 98ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായത് എസ് അശ്വത്ഥാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഴിമതി കേസുകളിൽ സർക്കാരിൻ്റെ മുൻകൂർ അനുവാദമില്ലാതെ നടപടിയെടുക്കാൻ അന്വേഷണ ഏജൻസിക്ക് അധികാരം നൽകിക്കൊണ്ട് വിജിലൻസ് മാനുവൽ പരിഷ്കരിച്ച സംസ്ഥാനം കേരളമാണ്. അടുത്തിടെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റർ സൗരവ് ഗാംഗുലി ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെട്ട ഇൻഷുറൻസ് പ്ലാറ്റ്ഫോമാണ് ഇൻഷുറൻസ് ദേക്ക. IVF ക്ലിനിക്കുകൾ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി കേന്ദ്രങ്ങൾ, ഗ്യാമറ്റ് ബാങ്കുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും റെഗുലേറ്ററി ചട്ടക്കൂടും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ച സ്ഥാപനമാണ് ദേശീയ വനിതാ കമ്മീഷൻ. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷ ജസ്റ്റിസ് ആഷ മേനോനാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കറാണ്. അടുത്തിടെ ഭൗമസൂചികാ പദവി ലഭിച്ച ഹരിയാനയിലെ സ്ട്രെസ് പഴവർഗ്ഗമാണ് സിർസ കിനോ. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിനായി പ്രതിരോധ സുരക്ഷാ സംരക്ഷണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ഓസ്ട്രേലിയയുമാണ്. 2006 ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യമാണ് പലസ്തീൻ. താങ്ക് യു.